കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി നടൻ ടൊവിനോ തോമസ്. അടിച്ചമർത്തുന്നത് രാജ്യത്തിന്റെ ഭാവി തന്നെയെന്നും വിമർശനം. സമാധാനപരമായ പ്രതിഷേധത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ഡൽഹിയിൽ ഇന്നലെ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തത് 20-ലധികം സർക്കാർ വാഹനങ്ങളാണ്. പോലീസ് ബസും വാനും ജീപ്പുകളും ആക്രമണത്തിനിരയായി. ഒരു പെട്രോൾ പമ്പിന് നേരെയും പ്രതിഷേധക്കാർ തിരിഞ്ഞു. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഭാവി തലമുറ പ്രതികരിക്കുമ്പോൾ അതിനെ അതിശക്തമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിച്ച് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്നത് തെറ്റാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ അമർച്ച ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള നടപടികൾ ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം ചോദിക്കുന്നത് ഡിഡ് ദ ഡിസ്ട്രോയ് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അവരേതെങ്കിലും വസ്തുവകകൾ നശിപ്പിച്ചിട്ടുണ്ടോ? അത് പൊതുമുതലാകാം, സ്വകാര്യ വസ്തുക്കളാകാം. എന്തായാലും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ അവർ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടാവില്ല എന്നായിരിക്കും അദ്ദേഹത്തിന്റെ അസംഷൻ. മൂന്നാമത് ഡിഡ് ദ റിസോർട്ട് ടു വയലൻസ് എന്നാണ്. അവർ അക്രമത്തിലേക്ക് പോയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഡിഡ് ദ ഡു ടു ഡിസേർവ് ദിസ് ട്രീറ്റ്മെന്റ്? എന്താണ് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പ്രതികരണം പോലീസിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് അവർ ചെയ്തത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഡൽഹി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടിയ സുരക്ഷാ പ്രോട്ടോകോളാണ് ഡൽഹിയിലുള്ളത്. രണ്ടാമത് പാർലമെന്റ് ഇപ്പോൾ സെഷനിലാണ്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച്, പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് പെർമിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ പെർമിഷൻ ഇല്ലാത്ത ഒരു പാർലമെന്റ് മാർച്ചാണ് അവിടെ ഈ പാറ്റ പാർട്ടി നടത്തിയിരിക്കുന്നത്. ഈ ടൊവിനോയുടെ പോസ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നത് ഈ പ്രതിഷേധക്കാരവിടെ ചെന്നപ്പോൾ അവരെ കാത്ത് ലാത്തിയും വടിയും ഒക്കെ ആയിട്ട് പോലീസുകാരവിടെ നിൽക്കുകയായിരുന്നു. അവർ വന്ന സമയത്ത് തന്നെ ബ്രൂട്ട് ഫോഴ്സ് ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് അടിച്ചോടിച്ചു എന്നാണ്. കാരണം അദ്ദേഹം പറയുന്നത് സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു, ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ നടന്നിരിക്കുന്ന അതിക്രമത്തിന്റെ വീഡിയോസോ ഫോട്ടോസോ ഒന്നും കാണാത്തത് എന്ന്. സത്യമാണോ ഈ പറയുന്നത്? ടൊവിനോയുടെ രണ്ടാമത്തെ ചോദ്യം അവരേതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചോ എന്നുള്ളതായിരുന്നു. പൊതുമുതലും സ്വകാര്യ മുതലും അവർ നശിപ്പിച്ചു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത്. പോലീസിൻ്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത് പൊതുമുതലിൽ പെടുന്നതാണ്. മറ്റു വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികളുടേത്, സ്വകാര്യ പ്രോപ്പർട്ടിയുമാണ്. അതെല്ലാം തന്നെ നശിപ്പിക്കുന്ന, വാഹനങ്ങളുടെ വിൻഷീൽഡ് അടിച്ചു പൊട്ടിക്കുന്ന, അതിൻ്റെ വൈപ്പറുകളും മറ്റും ഇളക്കിയെടുക്കുന്ന, വാഹനങ്ങൾ തള്ളിമറിക്കുന്ന, പോലീസിൻ്റെ വാഹനം തന്നെ നശിപ്പിക്കുന്ന, സ്വകാര്യ വാഹനങ്ങളുടെ മുകളിലേക്ക് കയറി നിന്ന് ചവിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. പറഞ്ഞിട്ടില്ല. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ടൊവിനോയുടെ ഭാഷയിലെ ഭാവി തലമുറ ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. ഈ പോലീസ് വാഹനങ്ങൾ ഏതെങ്കിലും രീതിയിൽ അവിടെ പ്രശ്നമുണ്ടാക്കിയോ? എന്തായിരുന്നു അതിൻ്റെ കുഴപ്പം എന്നതിനെക്കുറിച്ചാണ് പറയേണ്ടത്. കൗതുക ലേശം കൂടുതലാണ്. നമ്മുടേത് നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാൻ, അതിനെ തടയാൻ, അവരെ പിന്തിരിപ്പിക്കാനുള്ള സംവിധാനം ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉണ്ട് എന്ന് ടൊവിനോയ്ക്ക് അറിയില്ല എങ്കിൽ താങ്കൾ മനസ്സിലാക്കുക. അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ കൂടി ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം ടൊവിനോ മനസ്സിലാക്കേണ്ടത് ഇവരുടെ അക്രമത്തിനെ തുടർന്ന് 118 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കുപറ്റിയത്. പല റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ്, അവർക്കാണ് പരിക്കുപറ്റിയത്. അതിൽ പല ആൾക്കാരും രക്തം വാർന്ന മുഖവുമായി അവിടെ നിൽക്കുന്നത് കാണാമായിരുന്നു. അവരെയൊക്കെ കല്ല് വലിച്ചെറിഞ്ഞതാണ്. അപ്പോൾ എന്തിനാണ് സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ കല്ല് വലിച്ചെറിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ടത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇനി ഈ വയലൻസ് കാണിച്ചിരിക്കുന്നത് പുരുഷന്മാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ മാത്രമല്ല, വനിതാ പോലീസുമാർക്കെതിരെയും ഉണ്ട്. ഈ 118 പേരിൽ കുറേയധികം പേർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ടൊവിനോ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഭാവി തലമുറ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസിനെയൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, കല്ലെടുത്തെറിയുന്നത് എന്നുള്ളത് അദ്ദേഹം പറയണം. ഇനിയൊന്ന് ടൊവിനോ ഒരുപക്ഷെ കാണാഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലുള്ള പല മാധ്യമ പ്രവർത്തകരും ഈ ദൃശ്യങ്ങളൊക്കെ കവർ ചെയ്യാൻ അവിടെ എത്തിയിരുന്നു. അത് അവരുടെ തൊഴിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് എത്തിയിരുന്ന
പല മാധ്യമപ്രവർത്തകരെ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെ അതിക്രമമാണ് അവിടെ ഉണ്ടായത്. അവരെ ആൾക്കൂട്ടം കൂടി അവരെ കൂവുന്നു, അവരെ ഹെക്കിൾ ചെയ്യുന്നു, അവരുടെ തോളത്ത് കൂടി കൈയിടുന്നു, അവരെ തൊഴിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായതിൻ്റെ വിഷ്വൽസും നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ടൊവിനോ എന്താണ് കാണാത്തത് എന്ന് എനിക്കറിയില്ല. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ കേൾക്കുന്നത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഇനി അത് തന്നെയല്ല, മറ്റൊരു ജേർണലിസ്റ്റ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ തോളത്ത് കൂടി കൈയിട്ട് അവരെ ഹെക്കിൾ ചെയ്യുന്നതും നമുക്ക് കാണാം. എന്തിനാണ് ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ടൊവിനോയെ പോലെയുള്ള ആൾക്കാർ ചോദിക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവരെന്ത് തെറ്റാണ് ചെയ്തത്? എന്തെങ്കിലും തരത്തിലുള്ള വയലൻസ് അവർ കാണിച്ചോ? എന്ത് തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് നേരെ ഉണ്ടാകുന്നത്? അവർ പൊതുമുതൽ നശിപ്പിച്ചോ? തുടങ്ങിയ ചോദ്യങ്ങളാണ് ടൊവിനോ ചോദിക്കുന്നത്. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിന് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതല്ല എങ്കിൽ അതൊരു ഷോർട്ട് സൈറ്റഡ് വിഷൻ ആയിരിക്കും എന്ന് മാത്രമേ നമുക്ക് കരുതാനായിട്ടും കഴിയുകയുള്ളൂ. ഇവരുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് ഉണ്ടായിരിക്കുന്നത്? അവരെവിടെയെങ്കിലും വയലൻസ് ഉപയോഗിച്ചോ? അവരാരെയെങ്കിലും ഉപദ്രവിച്ചോ? അവരെവിടെയെങ്കിലും പ്രോപ്പർട്ടി നശിപ്പിച്ചോ? ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. താങ്കൾ അത് കണ്ടിട്ടില്ല എങ്കിൽ അതിന് ദൗർഭാഗ്യകരം എന്ന് മാത്രമേ വീണ്ടും പറയാനുള്ളൂ. ഒന്നുകുട്ടി